മൈക്ക് കണക്റ്റുണ്ട്. ഹലോ, അതുപോലെ മൈക്കും അതുപോലെ പാട്ടും ഒരുമിച്ചാണ് വരുന്നത്. ആരോഗ്യമൊക്കെ പാടാനായിട്ട് ഇത്. ഹായ്, ഹലോ, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതും ഒരു 1000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വയർലെസ് മൈക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രത്യേകതകളും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ചെറിയ രീതിയിലൊക്കെ വീട്ടിലിരുന്ന് പാട്ടൊക്കെ പാടി ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് കാണാനായിട്ട് വീഡിയോ തുടർന്ന് കാണാം. KDM എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. KDM എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. മൊബൈൽ സ്പെയറും കാര്യങ്ങളും ഒരുപാട് സംഗതികൾ ഇറക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇറക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിരിക്കുന്നത് KDM99 ഗോൾഡി എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് വയർലെസ് വേർഷൻ V5.4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൊഡക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട് KDM99. ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് 10 മീറ്ററാണ്. അതായത് 10 മീറ്റർ വരെ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ വോളിയം വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ ബാറ്ററി കപ്പാസിറ്റി പറയുന്നുണ്ട് 1200 മില്ലി ആംപിയർ ഹവറാണ് പറഞ്ഞിരിക്കുന്നത്. mAh മില്ലി ആംപിയർ ഹവറാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പവർ പറയുന്നത് 5 വാട്ടാണ് ഇതിൻ്റെ പവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മ്യൂസിക് ടൈം, അതായത് നമ്മളൊരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂർ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അത് അപ് ടു 7 ഹവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 7 മണിക്കൂർ വരെ നമ്മൾ ഫുൾ ചാർജിങ്ങിൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ സ്പീക്കർ സൈസ് വന്നിരിക്കുന്നത് 57 മില്ലിമീറ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത് Type C ആണ്. ഇപ്പോൾ മൊബൈലിൻ്റെ ഏത് ചാർജർ വെച്ച് നമുക്കിത് ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് വന്നിരിക്കുന്നത് TF USB aux, അതായത് മെമ്മറി കാർഡ് ഉപയോഗിക്കാം. USB നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ aux വഴി ഇൻപുട്ട് കൊടുക്കാം. ചാർജിങ് ടൈം നമ്മളൊരു 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണ് നമ്മളിത് ചാർജ് ചെയ്യേണ്ടത്. 1.5 മണിക്കൂർ ചാർജ് ചെയ്താൽ മാത്രമേ ഇത് ഫുൾ ചാർജ് ആകത്തുള്ളൂ. എങ്കിൽ മാത്രം നമുക്ക് 7 മണിക്കൂർ ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഞാനിത് ഇതുവരെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഷോപ്പിൽ ഇത് വന്നത്. നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ മൈക്ക് എടുക്കാം. ആണ് മൈക്ക് വരുന്നത്. പിന്നെ നമ്മുടെ സ്പീക്കർ, ചാർജിങ് കേബിളുണ്ട്, യൂസർ മാനുവലുണ്ട്. ഇതിനകത്തും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മൈക്ക് നമുക്ക് എടുക്കാം. ചെറിയ മൈക്കാണിത്, ഒരുപാട് വലിപ്പമൊന്നുമില്ല. നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ സൈസ് ഒക്കെ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം, സിമ്പിളായിട്ട് ഇങ്ങനെ പിടിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് പവർ ബട്ടൺ ഉണ്ട്, വോളിയം കൂട്ടാം കുറയ്ക്കാം, മൈക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അങ്ങനെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതും നമ്മൾ റീചാർജ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. DC 5 വോൾട്ടാണ് ചാർജിങ്. ഇത് നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. മൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. സ്പീക്കർ എടുക്കാം.
അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു വള്ളിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല സ്റ്റാൻഡേർഡാണ്. പിന്നെ ഇതിൻ്റെ കീ ഫങ്ഷൻ വന്നിരിക്കുന്നത് ഇത് പവർ സ്വിച്ചാണ്. ഇത് പോസ്റ്റ് പ്ലേ ചെയ്യുന്ന ബട്ടണാണ്. ഇത് മൈനസ് പ്ലസ് വോളിയം കൂട്ടുന്നതാണ്. ഇത് മോഡ്. ഇത് അതിന് വർക്ക് ചെയ്യിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊന്ന് ഓണാക്കി നോക്കാം നമുക്ക്. നമുക്ക് ഈ മൈക്ക് കൂടെ ഒന്ന് ഓണാക്കി നോക്കാം. തൽക്കാലം നമുക്ക് ഈ മൈക്കാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. മൈക്ക് ഓണായിട്ടുണ്ട്. മൈക്ക് ഓണാകുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ LED ബ്ലിങ്ക് ചെയ്യും. ഇതിൻ്റെ വോളിയം നമ്മൾ മാക്സിമത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. മൈക്കിൻ്റെ വോളിയം നമുക്ക് മാക്സിമം വോളിയം കൊടുക്കാം. നമുക്ക് സംസാരിച്ച് നോക്കാം. ഹലോ 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 ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ വോളിയം അത്യാവശ്യം ഫുള്ളാണ് വെച്ചിരിക്കുന്നത്. വോളിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു മ്യൂസിക് കൂടെ പ്ലേ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ഇത് ഒന്ന് പെയർ ചെയ്ത് നോക്കാം. സെറ്റ് ചെയ്ത സമയത്ത് KDM 99 തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നടന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. അത്യാവശ്യം കോപ്പിറൈറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഫുൾ പ്ലേ ചെയ്യുന്നില്ല. സോങ് സെക്കൻഡ് സമയത്തേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം സൗണ്ട് ഉണ്ട്. ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ വോളിയം വളരെ ലോയിലാണ്. വോളിയം ഒരു 40% ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബാക്ക് സൈഡ് വരുന്നത്, ബാക്ക് സൈഡ് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്സിജനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ TF കാർഡ്, പിന്നെ ചാർജിങ് പോർട്ട്. ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതൊരു പാസീവ് റേഡിയേറ്ററാണ് ഇതിൻ്റെ ബാക്കി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കമ്പനി ബ്ലൂടൂത്ത് സ്പീക്കർ പോലെ തന്നെ പവർ ഓൺ ബട്ടണൊക്കെ ഇവിടെ വരുന്നത്. സാധാരണ ഈ കുറഞ്ഞ സ്പീക്കറിലേക്ക് ഇവിടെ ആയിട്ട് തന്നെ സ്വിച്ച് നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ് സ്വിച്ചാണ് വരുന്നത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡാണ്. ഓവറോൾ ലുക്ക് നല്ല ക്വാളിറ്റിയാണ്. കയ്യിൽ ഒതുങ്ങാവുന്ന ടൈപ്പുമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ. അത് താഴെ സൈഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വയർലെസ് സ്പീക്കർ, മോഡൽ KDM 99 എഡിഷൻ ഗോൾഡി, റേറ്റഡ് പവർ 5 വാട്ട്, ബാറ്ററി കപ്പാസിറ്റി 1200 മില്ലി ആംബിയർ ഹവർ, മെയ്ഡ് ഇൻ PRC എന്നാണ് കൊടുക്കുന്നത്. PRC എന്ന് പറയുന്നത് ചൈനയാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ വില വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഏകദേശം ഒരു 1000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. ഞാനിവിടെ ഷോപ്പിൽ വിൽക്കുന്ന വില 1000 രൂപയാണ്. ഓൺലൈനിൽ ഇതിൽ കൂടുതൽ വില ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ എനിക്കെന്തായാലും ഒരു 1000 രൂപ റേഞ്ചിൽ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നല്ലൊരു വർത്തായിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം നമുക്ക് ആ മൈക്കും കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആണ് മൈക്കിൻ്റെ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്.